ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു പൊറോട്ടയാണ്. നമുക്ക് വീശി അടിക്കാതെ നല്ല ലെയർ ആയിട്ടുള്ളൊരു പൊറോട്ട നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പാത്രത്തിലേക്ക് ഞാൻ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദപ്പൊടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3/4 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് മധുരത്തിന് ഞാൻ തേനാണ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു 1 ടേബിൾ സ്പൂൺ തേൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇതിനകത്ത് പാലും കൂടെ ആഡ് ചെയ്തേക്കുന്നതുകൊണ്ട് ഒത്തിരി വെള്ളം വരുന്ന ആവശ്യമില്ല ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 3/4 ആയിട്ടുണ്ട് വെള്ളം നനവ്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് ഈസ്റ്റ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇച്ചിരി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചുള്ളൂ. ഇനി നമുക്കൊരു കൗണ്ടർ ടോപ്പ് ഇട്ടിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴയ്ക്കാം. ഇത് കൗണ്ടർ ടോപ്പിൽ പിടിക്കുന്നത് നമുക്ക് കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കാക്കാം. നമ്മൾ കൈ വെച്ച് ഇങ്ങനെ നന്നായിട്ടൊന്ന് പരത്താം. എന്നാലത് എത്രയും നന്നായിട്ട് പരത്തുന്നോ അത്രയും നമുക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും ഇത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ചെറുതായിട്ടൊന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഞാനെല്ലാം നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കൈ വെച്ച് നമുക്കൊന്ന് പരത്താം. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പരത്താൻ പറ്റും. നമ്മൾ അത്രയും നന്നായിട്ട് കുഴച്ചതുകൊണ്ട് നല്ല സോഫ്റ്റാണ്, നന്നായിട്ട് പരന്ന് വരും ഇത്. നമുക്ക് ഇങ്ങനെ മടക്കി എടുക്കാം. നമുക്ക് എല്ലാ ഉരുളകളും ഇങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ മടക്കി ആക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് റൗണ്ടായിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് വീണ്ടും ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കിത് ഓരോന്ന് എടുത്തിട്ട് നമുക്ക് ഈ സമയം നമ്മൾ ചെറുതായിട്ടൊന്ന് എണ്ണ പുരട്ടി കൊടുക്കണം. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ പരത്തിയെടുക്കാം.
ഉണ്ട്. ഇപ്പം തന്നെ അത് ലെയറായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന പൊറോട്ട ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ ഒത്തിരി സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട. അതുപോലെ നമ്മൾ ഈസ്റ്റും ചേർത്തിട്ടില്ല, മുട്ടയും നമ്മൾ ചേർത്തിട്ടില്ല. നല്ല സോഫ്റ്റായിട്ട് നല്ല ലെയറായിട്ടുള്ള പൊറോട്ടയാണിത്. നമുക്ക് എല്ലാം ഇങ്ങനെ ആക്കിയെടുക്കാം പൊറോട്ട. നമ്മുടെ പൊറോട്ട എല്ലാം ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് നമ്മൾ ഈ പൊറോട്ട മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയെടുക്കാം. നന്നായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ലെയറായിട്ട് വരും. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മൾ ഒത്തിരി സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാതെ ഈസ്റ്റൊന്നും ചേർക്കാതെ നമ്മൾ ഉണ്ടാക്കിയ പൊറോട്ടയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മൾ മുട്ടയും ചേർത്തിട്ടില്ല. നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.